ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. കലാംസാറ്റ് V2. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജിയാണ്. കാലിയോളജി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 1985. 1985. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ PK ബാനർജിയാണ്. PK ബാനർജി. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ. ചെങ്കടൽ. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ എന്നത് PSCയുടെ ആൻസർ പ്രകാരം ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. സമത്വത്തിനുള്ള അവകാശം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാം. 5 തരം റിട്ടുകളാണ് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം തെംപ്ലിയാണ്. തെംപ്ലി. ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി കോണ്ടൂർ രേഖകളുടെ നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഏതാണ്? തവിട്ട് നിറമാണ്. തവിട്ട് നിറം. ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറം എന്താണ്? ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്. എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറം നീലയാണ്. നീല. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. പതിറ്റുപത്ത്. ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആരാണ്? ലോകത്തിലെ തന്നെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രിയാണ് ബേനസീർ ഭുട്ടോ. ബേനസീർ ഭുട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? വഴുവേലിൽ തറവാട് എന്നത് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. സുഗതകുമാരി. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. ഏപ്രിൽ 22. ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ എന്നത് നമ്പി നാരായണന്റെ ആത്മകഥയാണ്. നമ്പി നാരായണൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈനയാണ്. ചൈന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് കാരക്കോറം. കാരക്കോറം മലനിരകളിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം ഏതാണ്? ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം ഏതാണ്? ഗോമുഖ് ഗുഹയാണ്. ഗോമുഖ് ഗുഹ. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് സൂര്യസെൻ ആണ്. സൂര്യസെൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് സൂര്യസെൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തെബാഗ സമരം നടന്ന സ്ഥലം ഏതാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന സമരമാണ് തെബാഗ സമരം. നടന്ന സ്ഥലം ഏതാണ്? ബംഗാളാണ്. ബംഗാൾ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കുമാരനാണ്. കുമാരനാണ് മയ്യഴി ഗാന്ധി. കെ കുമാരൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആരാണ്? കൂട്ടത്തിൽപ്പെടാത്തത് പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽപ്പെടാത്തത് പോറ്റി ശ്രീരാമലു ആണ്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. മനുഷ്യ ഉദ്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനത്തിന്റെ പേര്? മനുഷ്യ ഉദ്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ് നരവംശശാസ്ത്രം. ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശശാസ്ത്രം. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 3ാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏതാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില ഏതാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യക്കാരിൽ ദേശീയ വികാരം ജനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവരെ സംഘടിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജി. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം ഏതാണ്? ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത് മധുരയിലാണ്. മധുര. ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നതിന് നിയമനിർമ്മാണ സഭകളെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? CR ദാസ് ആണ്. CR ദാസും മോത്തിലാൽ നെഹ്റു ആണ്. CR ദാസ്. ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യത്തിനു മുൻപ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യം ഉയർത്തിയ വ്യക്തിയാണ് മാഡം കാമ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ലാഹോർ. ആത്മോപദേശ ശതകം എന്നത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ആരുടെ കൃതിയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു.
ഐത്തത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമപന്തി ഭോജനവും മുന്തിരിക്കിണറുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഐത്തത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമപന്തി ഭോജനവും മുന്തിരിക്കിണറുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ആത്മബോധത്തിൽ നിന്നുണർന്ന ജനതയുടെ സാംസ്കാരിക നവോത്ഥാനത്തിനായി ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഹരിജനങ്ങളുടെ അഭിവൃദ്ധിക്കായി അയ്യങ്കാളി രൂപം കൊടുത്ത സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷമേതാണ്? ഹരിജനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് അയ്യങ്കാളി രൂപം കൊടുത്ത സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സ്ഥാപിക്കപ്പെട്ടതെന്നാണ്? 1907 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗമായി 1914 രൂപം കൊണ്ട നായർ സർവീസസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1914 നായർ സർവീസസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. അൽഫോൻസ് അച്ഛൻ എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അൽഫോൻസ് അച്ഛൻ എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിലാണ്. ദൈവത്തിന്റെ വികൃതികൾ. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് TE വാസുദേവനാണ്. TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടണിലാണ്. ഹാമിൽട്ടൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് ലിപുലേ ചുരം. ലിപുലേ ചുരം. ലിപുലേ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ഹിമാലയൻ നദികളുടെ ഒരു സവിശേഷതയാണ് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഹിമാലയൻ നദികളാണ് ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട് ഹിമാലയൻ നദികൾക്ക്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. വിസ്തൃതി കൂടിയ വൃഷ്ടിപ്രദേശമാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളതാണ് ഹിമാലയൻ നദികൾ. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 3ഉം ശരി. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥയാണ് റാബി. റാബി കാർഷിക കാലമാണ് നവംബർ മുതൽ മാർച്ച് വരെ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടുക്കി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? അത് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി. പുറംപാണിയും ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ ആണ്. ഛോട്ടാ നാഗ്പൂർ.
ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് റിസർവ് ബാങ്ക് ആണ്. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തഋഷി എന്നത് 2023-24 യൂണിയൻ ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പദമാണ്. പരാമർശിക്കപ്പെട്ട പദം എന്താണ്? സപ്തഋഷിയാണ്. സപ്തഋഷി. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? യോജിക്കുന്ന പ്രസ്താവനകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 25 എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 15 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലക്ഷ്യപ്രമേയമാണ്. നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശം. 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഫ്രഞ്ച് എന്താണ് തന്നിട്ടുള്ളത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 എന്നത് മാത്രമാണ് തെറ്റ്. ബാക്കി 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2ലാണ്. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയമാണ്. നാരി ശക്തി വന്ദൻ അധിനിയം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണ് ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത്. ഓക്കെ ആണോ? സ്നേഹപൂർവം. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയം മടക്ക് പർവ്വതമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വിന്ധ്യാസത്പുരയും മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവശിഷ്ട പർവ്വതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്.
ആരവല്ലി പർവ്വതനിരകൾ, ആരവല്ലി പർവ്വതനിരകൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇതും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതങ്ങളാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 ഉം 4 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹിമാലയം മടക്കു പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം, അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയമാണ്. ആരവല്ലി അവശിഷ്ട പർവ്വതമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്, ആരവല്ലി. ഇനി വിന്ധ്യ സത്പുര നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ സത്പുര. സത്പുര എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമാന്തരങ്ങളായിട്ടുള്ള പല മടക്കു പർവ്വതങ്ങൾ ചേർന്ന പർവ്വതനിരയാണ് ഈ വിന്ധ്യ സത്പുര. സത്പുര എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ അതാണ് കേട്ടോ. അപ്പൊ 1 ഉം 4 ആണ് ഇവിടെ ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത് പെരിയാറിനെയാണ്. ശരിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉദ്ഭവിച്ചിരിക്കുന്നു. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ തന്നെ നമുക്കിപ്പോൾ ആൻസർ കിട്ടി. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. പമ്പ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു എന്നാണ് തന്നിട്ടുള്ളത്. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പമ്പ നദി ചേരുന്നത് വേമ്പനാട്ട് കായലിലാണ്. അഷ്ടമുടിക്കായൽ എന്നാണ് തന്നിട്ടുള്ളത്. വേമ്പനാട്ട് കായലിലാണ്. പമ്പ നദി ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. പമ്പ നദിയുടെ ഉദ്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ പുളിച്ചിമലയിലാണ്. പുളിച്ചിമല, പശ്ചിമഘട്ടത്തിലെ പുളിച്ചിമലയാണ് പമ്പാ നദിയുടെ ഉദ്ഭവസ്ഥാനം. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണെന്നും ഓർത്തിരിക്കുക. വേമ്പനാട്ട് കായൽ. ഓക്കെ ആണല്ലോ. പമ്പാ നദിയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയായിരുന്നു? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ് കേട്ടോ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? 1 ഉം 2 ഉം 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. പോങ് ഡാം എവിടെയാണ്? പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ തന്നെ ഇത് തെറ്റി. റിവർ വേറെ ലൊക്കേഷനിലാണ്. ഹിമാചൽ പ്രദേശിലെ ബിയാസ് റിവറിലാണ് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തേത് തെറ്റാണല്ലോ. ഇപ്പൊ 2 ഓപ്ഷൻസ് നമുക്ക് പോയി. ഓക്കെ. മേട്ടൂർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കാവേരിയിലാണ്. കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണെന്ന് ഓർത്തിരിക്കുക. തെഹ്രി ഡാം എവിടെയാണ്? തെഹ്രി ഡാം നമ്മളോട് ഓൾറെഡി 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. തെഹ്രി ഡാം എവിടെയാണ്? ഭാഗീരഥി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ നദീ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ അണക്കെട്ടാണ് തെഹ്രി ഡാം അല്ലെങ്കിൽ തെഹ്രി അണക്കെട്ട്. അത് ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ്. ഭാഗീരഥി നദിയിലാണ് തെഹ്രി ഡാം. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. 2 ഓപ്ഷൻസ് ഇപ്പൊ ശരിയായി. ജവഹർ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ്. ചമ്പൽ നദിയിലാണ്. ചമ്പൽ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് തിരിച്ചാണ് തന്നിട്ടുള്ളത്. ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലും പോങ് ഡാം ബിയാസ് നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? 2 ഉം 3 ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പോങ് ഡാം എവിടെയാണ്? ബിയാസിലാണ്. മേട്ടൂർ ഡാം കാവേരി, തെഹ്രി ഡാം ഭാഗീരഥി, ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡിലാണ്. കാസർഗോഡ്.
ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് അറിയുമ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ റെഡിയാണ്. ബാക്കി എല്ലാ ഓപ്ഷൻസിലും 3 ശരിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അമ്പലവയലാണ് കേട്ടോ. അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലും സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 1, 2, 4 എന്നിവ ശരിയാണ്. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ശരിയായ ജോഡികൾ: മയൂർഭഞ്ച്. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി ഒഡീഷയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ മയൂർഭഞ്ച് എന്താണ്? ഇരുമ്പാണ്. ഇരുമ്പ് ഖനിയാണ് മയൂർഭഞ്ച്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1 ഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്, സിയും ഡിയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടി കോലാർ എന്നത്. കോലാർ എന്താണ്? കോലാർ സ്വർണ്ണഖനിയാണ്. കോലാർ സ്വർണ്ണഖനിയാണ് നമുക്ക് മനസ്സിലായി. എവിടെയാണ് സ്വർണ്ണഖനി? കർണാടകയിലാണ്. കോലാർ കർണാടകയിലാണ്. കർണാടക. അപ്പോൾ 2 ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് മാത്രം അറിഞ്ഞാൽ മതി. റാണിഗഞ്ച്, മലഞ്ച്ഗണ്ട്. മലഞ്ച്ഗണ്ട് എന്താണ്? മലഞ്ച്ഗണ്ട് എന്നത് ചെമ്പ് ഖനിയാണ്. മധ്യപ്രദേശിലുള്ള ചെമ്പ് ഖനിയാണ് മലഞ്ച്ഗണ്ട്. ഓക്കെ ആണോ? മലഞ്ച്ഗണ്ട് മധ്യപ്രദേശിലുള്ള ചെമ്പ് ഖനിയാണ്. അപ്പോൾ മലഞ്ച്ഗണ്ട് ചെമ്പുമായി ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കിട്ടി. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി റാണിഗഞ്ച്. റാണിഗഞ്ച് എന്താണ്? റാണിഗഞ്ച് കൽക്കരി ഖനിയാണ്. ബംഗാളിലെ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. റാണിഗഞ്ച് എന്താണ്? കൽക്കരി ഖനിയാണ്. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി ഒഡീഷ. അതുപോലെ കോലാർ സ്വർണ്ണഖനി കർണാടക. റാണിഗഞ്ച് കൽക്കരി ഖനി ബംഗാൾ. മലഞ്ച്ഗണ്ട് ചെമ്പുഖനിയാണ് മധ്യപ്രദേശിൽ. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. നഗരപാലിക സംവിധാനം നിലവിൽ വന്ന ഭേദഗതി ഏതാണ്? 74-ാം ഭേദഗതിയാണ്. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വന്നത്. ഓക്കെ ആണോ? അടുത്ത് നോക്കാം. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? അത് ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. സേവന അവകാശം. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? 3 തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ്? സമത്വം, ജനാധിപത്യം, സാഹോദര്യം എന്നിവയൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. വോട്ടവകാശത്തെക്കുറിച്ച് ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ വോട്ടവകാശമാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം.
ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരം, അതായത് ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കാണ്. 1990 നിലവിൽ വന്നത്. ടെക്നോ പാർക്കിന്റെ ആദ്യ ചെയർമാനാണ് KPP നമ്പ്യാർ. KPP നമ്പ്യാരാണ് ടെക്നോ പാർക്കിന്റെ ആദ്യ ചെയർമാൻ. ഇദ്ദേഹം തന്നെയാണ് കെൽട്രോണിന്റെ സ്ഥാപകൻ KPP നമ്പ്യാരാണ്. KPP നമ്പ്യാർ. ഓക്കെ. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നത്. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും നമ്മുടെ രാജ്യത്തെ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനാവും. ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. ആണോ? അല്ല. ബേസിക് ഫാക്റ്റാണ്. തെറ്റാണ്. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എന്താണ്? എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണ്? അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാ നോക്കിയാൽ പോരെ. എത്ര തരത്തിൽ നമുക്ക് പൗരത്വം ലഭ്യമാകും? 5 തരത്തിലാണ് ലഭ്യമാകുക. 1 ബൈ ബർത്ത് ആണ്, ജന്മസിദ്ധമായ പൗരത്വം. 2 ബൈ ഡിസെൻഡ് അല്ലെങ്കിൽ പിന്തുടർച്ച വഴി ലഭ്യമാകും. രജിസ്ട്രേഷൻ വഴിയും ലഭ്യമാകാം, ബൈ രജിസ്ട്രേഷൻ. പിന്നെ ചിരകാല അധിവാസം മുഖേന, ബൈ നാച്ചുറലൈസേഷൻ, അതാണ് 4ാമത്തെ മാർഗം. അടുത്തത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, പ്രദേശ സംയോജനം വഴി. ഇങ്ങനെയാണ് 5 മാർഗത്തിൽ ഇന്ത്യൻ പൗരത്വം ലഭ്യമാകുക. ഇനി ഓപ്ഷൻസ് വായിച്ചേ. 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. ശരിയല്ലേ? ശരിയാണ്. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. അതും ശരിയാണ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതെവിടെയെങ്കിലും മെൻഷൻ ചെയ്തോ നമ്മൾ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയാണ്. സി മാത്രമാണ് തെറ്റ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം ഏതാണ്? പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാടാണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാടാണ്. തട്ടേക്കാട് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് ഉള്ളത്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? അതും തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? അതും തട്ടേക്കാടാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത്:
ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? അത് നർമ്മദയാണ്. നർമ്മദ. അപ്പം നർമ്മദയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. അത് ശരിയാണോ നോക്കിയാൽ മതി. നോക്കാം. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നർമ്മദയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി. ബാക്കി കൂടി നമുക്ക് നോക്കാം. ബാക്കി ഓപ്ഷൻസിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. അടുത്തത് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചമ്പൽ റിവറിലാണ്. ചമ്പൽ നദിയിലാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ചമ്പൽ റിവറിലാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രാജസ്ഥാനിലൂടെ ഒഴുകുന്നു എന്നതാണ്. നർമ്മദ റിവർ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. രാജസ്ഥാനിലൂടെ ഒഴുകുന്നില്ല. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റി. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് നർമ്മദ. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം ഏതാണ്? ബയോസ്ഫിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലമാണ് നീലഗിരി ജൈവമണ്ഡല റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അതാണ് നീലഗിരി ജൈവമണ്ഡല റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. 1986 സ്ഥാപിക്കപ്പെട്ടത്. 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥാപിക്കപ്പെട്ടത്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മഞ്ഞു തിന്നുന്നവൻ. ഈ ഒരു ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാലും മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്ക് വാദമാണ് കേട്ടോ. ചിനൂക്ക് വാദം. ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. ഓക്കെ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്ക് വാദം. ചിനൂക്ക് വാദം. ഈ ഒരു ചോദ്യം PSCയുടെ ഇതിൽ ആൻസർ കീയിൽ ക്യാൻസൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. മഞ്ഞുതീനി ചിനൂക്കാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. അവസാദ ശിലകൾ. ഒരു പോയിന്റ് കൂടി ഉണ്ട് ഇതിൽ. കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? കായാന്തരിക ശിലകളാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപോ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ജുമിങ് കൃഷിരീതി. ജുമിങ് കൃഷിരീതി എന്താണ്? ഇത് നമ്മുടെ സ്ഥാനാന്തര കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചൂട്ട് കൃഷി എന്നതിൻ്റെ ഒരു വകഭേദമാണ് ഈ ഒരു ജുമിങ് കൃഷി. ഇത് ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയം. ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ? അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. മാർഗനിർദ്ദേശക തത്വത്തിൽ പ്രധാനപ്പെട്ടതാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശക തത്വത്തിൽ പരാമർശിക്കുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2 ഉൾപ്പെടുന്നത് നോക്കിയാൽ മതി. അപ്പോൾ A അല്ലെങ്കിൽ B ആണ്. അപ്പോൾ വിഭവങ്ങളുടെ തുല്യ വിതരണം മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നു. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതും മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ 2 മാത്രമാണ്. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് DPSPയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതൊക്കെ? മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 51A പ്രകാരം 11 ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ളതാണോ ഇതെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. വ്യക്തികൾ നികുതി അടയ്ക്കുക. നികുതി അടയ്ക്കുന്നത് മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നില്ല.
രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇതും പ്രധാനപ്പെട്ട ഒരു മൗലിക കർത്തവ്യമാണ്. അപ്പോൾ 1, 2, 4 എന്നിവയാണ് ശരി. വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നതിനെക്കുറിച്ച് മൗലിക കർത്തവ്യത്തിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ 3 വരുന്നതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. ഇത് രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവറിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം എന്നതും വിവേചനാധികാരത്തിൽ രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവറിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 2 എന്ന ഓപ്ഷനുള്ള എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ ആയി. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഇദ്ദേഹത്തിന് ഈ അധികാരം ഉണ്ടെങ്കിലും 352 ആർട്ടിക്കിൾ പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഡിസ്ക്രിഷണറി പവറിൽ ഉൾപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് തെറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് മറ്റു രണ്ടും, ഇവ ഉൾപ്പെടുന്നവയല്ല. വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3ഉം 4ഉം വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നില്ല. അടുത്തത് ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. 1ാമത്തേത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ബി ഓപ്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ടാധികാരം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 3ാമത്തേത് തെറ്റാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി. 1, 2, 4 എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1979 സ്ഥാപിതമായി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ 1979 സ്ഥാപിതമായത്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണിത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ പൂജപ്പുരയാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര. ശ്രീമതി ജയാഡാളി MV ചെയർപേഴ്സൺ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 4ഉം തന്നെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസമാണ് ലക്ഷ്യം. ആശാഭവന്റെ ലക്ഷ്യം എന്താണ്? മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം. 1ാമത്തേത് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 3ഉം ശരിയായ സ്ഥിതിക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. എന്തുകൊണ്ടെന്നാൽ 1985 1975 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നത്. 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ 4 മാത്രമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? വകുപ്പ് 387
വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി എന്നാണ് തന്നിട്ടുള്ളത്. അത് വകുപ്പ് 368 ആണ് കേട്ടോ. 368 ആർട്ടിക്കിൾ 368 ആണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം, അത് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി. ബാക്കി നോക്കാം. വകുപ്പ് 301A സ്വത്തവകാശം നിയമപരമായ അവകാശമാണെന്ന് പറയുന്നു. സ്വത്തവകാശം നിയമപരമായ അവകാശം എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 300A ആണ്. 300A ആണ്. ആർട്ടിക്കിൾ 300A ആണ് സ്വത്തവകാശം നിയമപരമായ അവകാശമാണെന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ തെറ്റി. അടുത്തത് വകുപ്പ് 309 തന്നിട്ടുണ്ട്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വകുപ്പ് 108 പരാമർശിക്കുന്നത്. വകുപ്പ് 108 ആർട്ടിക്കിൾ 108 പ്രകാരമാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. അപ്പോൾ ഓക്കെ ആണല്ലോ. ഭരണഘടനയുടെ ഭേദഗതി വകുപ്പ് 368, രാജ്യസഭയുടെ പ്രത്യേക അധികാരം വകുപ്പ് 312, സ്വത്തവകാശം നിയമപരമായ അവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 300A ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യ കമ്മീഷൻ രൂപീകരിച്ചു. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ശ്രീമതി പി സതീദേവിയാണ്. ശ്രീമതി പി സതീദേവി. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിന്റെ തീരദേശത്തിന്റെ ദൈർഘ്യം. കേരളത്തിന്റെ തീരദേശത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. മഹാനദി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ LIC സ്ഥാപിതമായ വർഷം. LIC സ്ഥാപിതമായ വർഷം 1956 ആണ്. 1956. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4 2007 മെയ് 4 നിലവിൽ വന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. VS ആയിരുന്നു. അപ്പോൾ മൂന്നാമത്തേതാണ് തെറ്റ്. നമ്മുടെ ആൻസർ ഇവിടെ C ആണ്. അടുത്ത് നോക്കാം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നോട്ട് ചെയ്ത് വെക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയും ചെയർമാൻ മുഖ്യമന്ത്രിയുമാണ്. ഓക്കെ ആണല്ലോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 മെയ് 4 നിലവിൽ വന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ്. വികാസ് ഭവൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം വികാസ് ഭവൻ, തിരുവനന്തപുരം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് തന്നെ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും
ഓൾ ദി ബെസ്റ്റ്.